ലോകത്തിലെ ഏറ്റവും സ്നേഹമില്ലാത്തൊരു വർഗത്തിന്റെ പേര് പറഞ്ഞേ. മനുഷ്യനോ? അല്ല, ക്രിസ്ത്യാനികളാണ്. ലോകത്തിലെ ഏറ്റവും സ്നേഹമില്ലാത്ത ബന്ധുക്കൾ, ശത്രുക്കൾ ആരാ? ചേട്ടൻ ഗൾഫിന് പോയി. അപ്പോൾ അനിയന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചോദിക്കേ, അവൻ എന്തെങ്കിലും ഒരു ജോലി ദുബായിൽ ശരിയാക്കാൻ ചോദിക്കേ. അപ്പോൾ അനിയൻ ചെന്ന് ചോദിക്കുക ചേട്ടനോട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അവിടെ ശരിയാ. അപ്പോൾ ചേട്ടൻ, ചൂടാണ് അവിടെ, ഭയങ്കര ചൂട്, 3 മാസം സാലറി കിട്ടിയിട്ടില്ല, നീ ഇവിടെ എവിടെയും നോക്ക്. ജമ്മുണ്ടേ കൊണ്ടുപോകല. വേറൊരു കൂട്ടർ ഒരുത്തം പോയാൽ മതി, 10 പേരെ കൊണ്ടുപോകും. പേര് പറയുന്നില്ല. നമുക്ക് ആ 2 മക്കളെ ഉള്ളൂ. 2 മക്കളെ കുറിച്ച് ഓർത്ത് പേടിയാണ്. വേറൊരു കൂട്ടർക്ക് 8-10 മക്കളാണ്. ഒരു മക്കളെ കുറിച്ച് ഓർത്ത് അവർക്ക് പേടിയില്ല. ഇതാണടാ, മനുഷ്യന്മാരെ തമ്മിൽ കൊത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ പെടാപ്പാടുപെടുന്നത്. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ഈ പള്ളിയിൽ അച്ഛനും ഉസ്താദുമാരും പൂജാരികളും ഇതുപോലെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രസംഗം ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്മാരെ ഉള്ളിൽ വികാരങ്ങൾ ഉണർത്തും. മനസ്സിലായ? വികാരം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെ കണ്ടുകൂടാതാക്കും, മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളെ കണ്ടുകൂടാ, മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളെ കണ്ടുകൂടാ. അതുപോലത്തെ ഒരു മതപ്രഭാഷണം നടത്തുന്ന ആൾക്കാരെ നമ്മൾ ബാൻ ചെയ്യണം. ഇതുപോലത്തെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇയാൾ ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നുണ്ട്. എന്തിനെന്തോ നമ്മളെ നാട്ടിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട്. അതിൽ ഏതെങ്കിലും ചുരുക്കം പേര് ഇതുപോലെ ആൾക്കാരുണ്ടാവും, മോശപ്പെട്ട ആൾക്കാരുണ്ടാവും. അതിന് എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഏതെങ്കിലും ഒരു ആൾക്കാർ, ഏതെങ്കിലും ഒരു വ്യക്തി അതിൽ മോശം ഉണ്ടാവും. അതിന് എല്ലാവരും ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഉസ്താദ് ആയാലും ശരി, പൂജാരി ആയാലും ശരി, ഒരാളെയും കുറ്റം പെടുത്തേണ്ട ആവശ്യമില്ല. അല്ല, എന്തിനടാ പിന്നെ പറയുന്നത് വേറെ ചിലർക്ക് ഇത്ര 10-15 മക്കളെന്ന്. അത് ഉദ്ദേശിച്ചത് മുസ്ലിംസിനെയാണ്. മുസ്ലിംസിൻ്റെ ഒരു നിഘണ്ടുണ്ട്, മുസ്ലിംസിൻ്റെ ഒരു ഇതുണ്ട്, ആരെന്ത് പറഞ്ഞാലും ക്ഷമയോടെ നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് കുറേ മുസ്ലിംസ് ആൾക്കാർ ഇത് കേട്ടിട്ട് മിണ്ടാണ്ട് നിൽക്കുന്നത്. അതുപോലെ ക്രിസ്ത്യൻസിലും ഉണ്ട്, എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കണമെന്ന്. ഹിന്ദുക്കളിലുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടാൽ ആരും മിണ്ടാതെ നിൽക്കൂലടാ. ഇതെല്ലാം പ്രതികരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ കണ്ടുകൂടാതാവും, ക്രിസ്ത്യാനികളെ കണ്ടുകൂടാതാവും, ഹിന്ദുക്കളെ കണ്ടുകൂടാതാവും. ഇതുപോലെയുള്ള തെമ്മാടിത്തരം പ്രചരിപ്പിക്കുന്ന എല്ലാ ആൾക്കാരെയും, ഏത് മതമെന്നില്ല, ഏത് ആൾക്കാരെയും നമ്മൾ ബാൻ ചെയ്യണം. നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രസംഗം മതി ശരിക്കും. ഇപ്പം എത്ര മുസ്ലിങ്ങൾക്ക്